നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമുള്ള വീഡിയോ വിശദമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും ഫലം പറഞ്ഞു വരികയാണ്. പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും, അവരുടെ ദശാകാലത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ, ദോഷപരിഹാരങ്ങൾ ഇവയൊക്കെയാണ് പറയുന്നത്. അശ്വതി മുതൽ അവിട്ടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ചതയ നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്ന ചതയ നക്ഷത്രക്കാർക്കും അതിനൊക്കെ സാധിക്കുന്ന സമയമാണ്. മികച്ച സ്ഥാപനങ്ങളിൽ നിന്നും നല്ല ശമ്പളത്തോടു കൂടിയുള്ള നിയമനങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ലഭിക്കുന്നതാണ്. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള തൊഴിൽ തേടുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. വസ്തു തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ അതൊക്കെ ന്യായമായി പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. ഏജൻസി തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ധനപരമായിട്ട് മുന്നേറുന്ന സമയമാണ്. വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. പഴയ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുർ ദശയിലാണ് ജനനം. ഏകദേശം 18 വർഷം വരെ രാഹുർ ദശ ഉണ്ട് എന്ന് കണക്ക് കൂട്ടാം. നമുക്കത് ഏകദേശം പകുതി എന്നുള്ള കണക്കില് 9 വയസ്സ് വരെ രാഹുർ ദശ എന്ന് കണക്ക് കൂട്ടി ചതയ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. അതിനുശേഷം ഏകദേശം 25 വയസ്സ് വരെ വ്യാഴദശ ഉണ്ടാകും. വ്യാഴദശാകാലം ചതയ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 44 വയസ്സ് വരെ ശനിദശയാണ്. ശനിദശ അനുഭവിക്കുന്ന ചതയ നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. അതിനുശേഷം ഏകദേശം 61 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഈ ബുധദശാകാലം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 68 വയസ്സ് വരെ കേതുർദശയും പിന്നീട് അങ്ങോട്ട് ശുക്രദശയുമായിരിക്കും. കേതുർദശ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ട്. കേതുർദശാകാലത്ത് ഗണപതി ഭജനം ചെയ്യുക, ഗണപതി ഹോമം മുതലായ കാര്യങ്ങൾ ചെയ്യുക. ചതയ നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനുമായി നാഗരാജാവിന്റെ ക്ഷേത്രത്തിലാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുക, നൂറും പാലും പാട്ടുപാടിക്കുക തുടങ്ങിയ കാര്യങ്ങളെ ചെയ്യുക. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും 2025 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും മറ്റ് നക്ഷത്രക്കാരുടെ വീഡിയോകളുമായി വരും ദിവസങ്ങളിൽ കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.